പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ഭൂമിയിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ട്? നമ്മൾ തുടർമാനമായിട്ട് നേരത്തെ അവകാശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച പൗരത്വം, ഇന്നലെ നമ്മൾ ആഴമായിട്ട് നമ്മൾ അതിനെ പറഞ്ഞായിരുന്നു. ലോകത്തിൽ ഒരു പൗരത്വം ലഭിക്കുന്നത് അമേരിക്കൻ പൗരത്വമായിക്കോട്ടെ, ഒന്നെങ്കിൽ അവിടെ ജനിക്കണം അല്ലെങ്കിൽ അവിടെ താമസിക്കണം. ഇങ്ങനെയാണ് ലോകത്തിൽ ഒരു പൗരത്വം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ പൗരത്വം ലഭിക്കണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോയി താമസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും പാപികളായിരുന്നു. അപ്പം നമുക്കത് കിട്ടാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ സ്വർഗത്തിലെ പിതാവിൽ നിന്നും നമ്മളെ ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുകയും സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ആമേൻ. അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾ ഓർത്ത്, ദൈവമേ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ ഞാൻ പിതാവേ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യത ലഭിച്ചുവെങ്കിൽ, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അവസ്ഥകൾ ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ സാധാരണ ഒരു മനുഷ്യനെ പോലെയൊക്കെ നമ്മളും ചിലപ്പോൾ നമ്മൾ ഇരിക്കത്തില്ലേ, ഞാനും സാധാരണ മനുഷ്യനും തമ്മിൽ എന്നാ വ്യത്യാസം? എന്നാ വ്യത്യാസത്തെ നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇത് കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ഒരു പൗരൻ്റെ ജീവിതം എങ്ങനെയാണോ അതേപോലെ കർത്താവ് നിങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കാം. അപ്പം ഇന്ന് എങ്ങനെയാണ് ഒരു വ്യക്തി ജനിക്കുന്നത്? ഇന്നലെ നമ്മൾ കേട്ടു, യേശുക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പം ഇന്നലെ അത് കേട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് എങ്ങനെയാണ് ആ വീണ്ടും ജനനം നമ്മളിൽ സംഭവിക്കുന്നത് കേൾക്കാം. ആ വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ആ വാക്യം അവിടെ കാണാൻ പറ്റുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. യേശു അവനോട്, 3-ാം വാക്യത്തിൽ യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പം ഇവിടെ പറയുകയാണ്, പുതുതായിട്ട് എന്ത് ചെയ്യണം? ജനിക്കണം. പുതുതായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യം കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാണാൻ പറ്റുക മാത്രമല്ല, ദൈവരാജ്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു ദൈവരാജ്യത്തിൽ നിന്ന് വന്നയാളാണ്, അല്ലേ? യേശു ക്രിസ്തു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നയാളായതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യം എന്നുള്ളതും പൗരത്വം എന്നുള്ളതും ഒക്കെ വലിയ കാര്യമാണോ? അല്ല. എന്നാൽ കർത്താവിന് ഒരിക്കലും ഭൂമിയിൽ വന്നിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയായ നിങ്ങൾക്കൊരിക്കലും ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു അസാധാരണമായ ജീവിതം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നയിക്കുവാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങൾക്ക് അസാധാരണമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നതെന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ഇവിടെ കർത്താവ് പറയുകയാണ്, വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ ജനിച്ചാൽ, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, അമേരിക്ക എന്ന രാജ്യത്തിൽ 5 വർഷം താമസിച്ചാൽ പൗരത്വം കിട്ടും. അവിടെ ജനിച്ച വ്യക്തിക്ക് പൗരത്വം കിട്ടുമെങ്കിൽ ദൈവരാജ്യത്തിലെ ഒരു വ്യക്തി ആ രാജ്യത്തിൽ ജനിച്ചാൽ ആ വ്യക്തിക്ക് പൗരത്വം കിട്ടും. ഇനി ഈ വ്യക്തി എങ്ങനെയാണ് ജനിക്കുന്നത്? നമുക്കറിയാം, ലോകപ്രകാരം ഒരമ്മ ഗർഭം ധരിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ പിറക്കുന്നതെങ്കിൽ, ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി ജനിക്കുന്നതും ഒരു വ്യക്തി വളരുന്നതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് കൂടുതൽ ഈ വചനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഇന്നലെ കേട്ടു, നമുക്ക് പൗരത്വമുണ്ടെന്നും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുമെന്നുള്ളതൊക്കെ ഇന്ന് കേട്ടു. ഇനി എങ്ങനെയാണ് നമ്മൾ ജനിക്കുന്നതെന്ന് നോക്കിയാൽ, ബൈബിൾ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ജനിക്കുന്നത് വചനത്താലാന്ന് പറ. അപ്പൊ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. വചനത്തിന് എങ്ങനെയാണ് ഒരു ഗർഭം? നിങ്ങളുടെ മൈൻഡ് സൗണ്ട് ക്ലിയർ വോളിയം കുറഞ്ഞതല്ല, 10-15 സെക്കൻഡോളം കേട്ടു. ഓക്കെ. ജനിക്കുന്നത് വചനത്താൽ ഒരു വ്യക്തി ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിൾ പറയുന്നു,
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ വചനത്താലാണ് നാം ജനിക്കുന്നത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ യേശു ആകുന്ന ഒന്നും കേട്ടില്ല. ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് കേൾക്കണ്ടോ? ഓഡിയോ ക്ലിയർ അല്ലാത്തവര് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഒന്ന് റീച്ച് വേണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം പറയാൻ. കുറേ ആൾക്കാർക്ക് ഓഡിയോ ക്ലിയർ ആണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഓഡിയോ കുറവാണെങ്കിൽ നിങ്ങൾ വേഗത്തിൽ തന്നെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും റീജോയിൻ ചെയ്യണം സൂമിലോട്ട്. അപ്പോൾ നിങ്ങളുടെ സൗണ്ട് ക്ലിയർ ആകും. എന്നിട്ടേ നിങ്ങൾ പറയാവുള്ളൂ ഓഡിയോ ക്ലിയർ ആണോ അല്ലേ എന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വചനം പറയുകയാണ്, ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ ഒരു വ്യക്തി വചനത്താൽ ജനിക്കുന്നത് ഒരു സ്ത്രീ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെയല്ല. പകരം നാം ജനിക്കുന്നത് യേശുവിനെ കർത്താവായി. യേശുവാണ് വചനം. ബൈബിൾ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുപോലെ തന്നെ റോമർ 10:10 പറയുന്നു. ഞാൻ എല്ലാ വാക്യം എടുക്കുന്നില്ല, നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മൾ ജനനത്തെ പറ്റിയാണ് പറഞ്ഞത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നാം ഏറ്റുപറയുമ്പോൾ, യേശു എൻ്റെ കർത്താവും യേശു എൻ്റെ രക്ഷിതാവെന്ന് നാം ഏറ്റുപറയുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അതായത് നമുക്ക് ആ നിമിഷം മുതൽ സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്വർഗത്തിലെ പൗരത്വവുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഇനി സ്വർഗത്തിലെ പൗരന്മാർക്ക് പ്രത്യേകതയുണ്ട്. യേശു സ്വർഗത്തിലെ പൗരനായതുകൊണ്ട് യേശുവിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വന്ന് നോക്കിയാൽ മതി. യേശു ക്രിസ്തുവിനെ പറ്റി സ്വർഗത്തിലെ ദൈവം അഡ്രസ്സ് ചെയ്യുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ നോക്കി സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആരായിട്ട് വരും? സിമ്പിൾ ചോദ്യമാണ്. അങ്ങനെ തന്നെ പറ, ഞാൻ ആരാ? ഞാനും ദൈവത്തിൻ്റെ പ്രിയപുത്രനും പുത്രിമാരുവാ. ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു, ഇന്നലെ ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അതായത് ഈ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിലെ പൗരന്മാരും ലോകത്തിലെ പൗരന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലൊരു പൗരന് സ്വന്തം കൈയെടുത്ത് രോഗത്തിന്റെ മേൽ വെച്ചാൽ സൗഖ്യമാവോ ഇല്ലയോ? നിങ്ങൾ പറ. ഒരു സാധാരണക്കാരൻ ഇല്ല. പക്ഷെ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ഒരു വ്യക്തി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യം നടക്കും. അതിൻ്റെ കാരണം നിങ്ങൾ ജനിച്ചത് ദൈവവചനത്താലാണ്. ഒത്തിരി പ്രത്യേകത നമുക്കുണ്ട്. 1-2 പ്രത്യേകതകളൊന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തെല്ലാം വരുന്നതുകൊണ്ട് ഒന്നിച്ചൊന്നും പറയുന്നില്ല. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനമാണ്, 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ ഈ പൗരത്വമുള്ള ആൾക്കാർ ജീവിക്കേണ്ടത് പൈസ കൊണ്ടല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ ഒരു സിസ്റ്റം കൊണ്ടല്ല. നിങ്ങൾ ജീവിക്കേണ്ടത് വിശ്വാസം കൊണ്ടാണ്. എന്ത് വിശ്വാസം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചിരിക്കുന്നവർ. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന സകല ലോക പ്രശ്നങ്ങളെയും ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ ഇതിനെയൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, ശ്രദ്ധിച്ച ആ വാക്ക് നോക്കിക്കേ, 4-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്ക് നോക്കിയേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുമെന്നല്ല, ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങളെയും വീണ്ടും ജനിച്ച ഒരു വ്യക്തി ജയിക്കാൻ പോവല്ല. നിങ്ങൾ പറയണം ഈ വിഷയങ്ങൾ ജയിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ജയിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നിങ്ങളിപ്പം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിപ്പോൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം തിരുവനന്തപുരം എന്നൊരു ജില്ലയല്ലേ? തിരുവനന്തപുരം എന്നുള്ള ഒരു ജില്ല കേരളത്തിൽ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഒരാൾ ചുമ്മാ ഒരു മൈക്കും പിടിച്ചുകൊണ്ട്, നിങ്ങളെ ഒരു വിദേശിയായിട്ടൊരു മനുഷ്യനെ, നമ്മൾ ചിലപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ കാണാറില്ലേ, ഒരു വിദേശിയായിട്ടുള്ള മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, ഈ തിരുവനന്തപുരം എന്നുള്ള സ്ഥലം കേരളത്തിലാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു ചോദ്യമാണ്. ഇത് ജയിച്ചാൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആണോ അതോ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഈസിയാ.
അതിൻ്റെ അർത്ഥം ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഈസി ആയിട്ട് ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ കൺഫേം പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പോൾ ഏറ്റവും വലിയ ശക്തിയെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ താഴെയുള്ളതാണ് ലൂസിഫർ ഉൾപ്പെടെയുള്ള പിശാച് ഉൾപ്പെടെയുള്ള സകല ശക്തികളും. അവയെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ പൗരത്വം ജയത്തിൻ്റെ പൗരത്വമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇന്നലെ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ സ്നാനത്തെപ്പറ്റി പറഞ്ഞു. നിങ്ങൾ ഈ സ്നാനത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന ഒരു വചനഭാഗമാണ് ഈ വിശുദ്ധ സ്നാനം എന്നുള്ളത്. ഈ സ്നാനം ഞാൻ ആദ്യമായിട്ട് സ്നാനപ്പെടുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നമ്മളിപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആൾ മാറും എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നാനപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണാടി വന്ന് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴാണ് രാവിലെ പോയത് അതേപോലെ തന്നെ സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ മുഖം ഇരിക്കുന്നു. എൻ്റെ ശരീരത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വചനം പറയുന്നു നാം സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടൊപ്പം ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുയേശുവിൽ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. എനിക്കത് മനസ്സിലായില്ല, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് ആദ്യം മനസ്സിലായില്ല. എന്നാൽ ഈ റോമാലേഖനം വായിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കാര്യത്തിലേക്ക് വരുവാനും മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. റോമാലേഖനമൊക്കെ വായിക്കണം. ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇതിൽ ജീവിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്. ഇരട്ട പൗരത്വം ഇന്ത്യ അംഗീകരിക്കത്തില്ല. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യയിലൊരു പ്രത്യേകത ഉണ്ട്. ഇരട്ട പൗരത്വം, 2 പൗരത്വം ഇന്ത്യയിൽ പറ്റത്തില്ല. വേറെ മിക്ക രാജ്യങ്ങളിലും പറ്റും. 2 പൗരത്വം ഇന്ത്യയിൽ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പൗരത്വം സ്വീകരിക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരിക്കലും ലോക മനുഷ്യനും ദൈവരാജ്യത്തിലെ പൗരനും ആകാൻ പറ്റത്തില്ല. ഇതിലേതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ആകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൽ താമസിക്കാൻ പറ്റും സ്വർഗത്തിലെ പൗരത്വം വെച്ചുകൊണ്ട്. ബൈബിൾ പറയുന്നു പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് നാം സ്നാനപ്പെടുമ്പോൾ റോമാലേഖനം 6:3 പറയുന്നു യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനം, 3-ാം വാക്യമാണ്, ഏറ്റവരായ നാം എല്ലാവരും യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അറിയുന്നല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എൻ്റെ ദൈവമേ, ഈ കുഴിച്ചിടുന്നത് ആരെ? ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി എപ്പോഴാണ് കുഴിച്ചിടുന്നത്? കണ്ടോ നിങ്ങളെ? അത് മാത്രമല്ല, മനുഷ്യനെയും കുഴിച്ചിടും അല്ലേ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ശ്രദ്ധിച്ചോണം, കുഴിച്ചിട്ടു. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ആളാണ്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ നമ്മളെന്ന വ്യക്തിത്വം, ആദം എന്ന ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഏദേൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദം എന്ന പിതാവിൽ നിന്നും ജനിച്ച പൗരത്വത്തെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഞാൻ എന്ന വ്യക്തി അവിടെ മരിക്കുന്നു. എന്നിട്ട് ബൈബിൾ പറയുന്നു യേശുവിൻ്റെ മരണത്തോട് ഞാൻ പങ്കാളിയായി തീർന്നു. അതായത് എൻ്റെ പാപത്തെ യേശു വഹിച്ചു, സകല പാപത്തെ യേശു വഹിച്ചു, എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ യേശു വഹിച്ചു, എൻ്റെ പുനരുത്ഥാനത്തെ, എൻ്റെ നീതിക്കായിട്ട് യേശു ഉയർത്തു. ബൈബിൾ പറയുന്നു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ സ്നാനപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മരണ ശുശ്രൂഷ അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, സ്നാപക യോഹന്നാൻ ആദ്യ സമയത്ത് യേശു വരുന്നതിന് മുമ്പ്, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ വാക്യം മുതലാണ് ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് അവിടെയുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൂട്ടി യോർദാനിൽ സ്നാനപ്പെടുത്തുമായിരുന്നു. ആൾക്കാരിങ്ങനെ പടയാളികളും എല്ലാം വന്നിട്ട് അവിടെ യോഹന്നാൻ്റെ കരത്തിൻ്റെ കീഴിൽ ആ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. തലയിൽ ചുമ്മാ വെള്ളം തെളിക്കുന്ന നല്ല സ്നാനം. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങണം.
ഈ മുങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി അവിടെ അടക്കപ്പെടുന്നു, കുഴിച്ചിടപ്പെടുന്നു എന്നതിൻ്റെ സിമ്പലാണ് ഈ വെള്ളത്തിൽ മുങ്ങണം. ഇപ്പം നിങ്ങൾ കഴുത്ത് മാത്രം മുക്കി നിൽക്കുവാന്ന് വിചാരിച്ചോ, കഴുത്ത് മാത്രം പൊങ്ങി നിന്നാൽ മരിച്ച ഏതെങ്കിലും ശവശരീരം നിങ്ങൾ കുഴിച്ചിട്ടിട്ട് കണ്ടിട്ടുണ്ടോ? തല മാത്രം പൊങ്ങി ഉടല് താഴേക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തല പൊങ്ങി നിൽക്കുന്നത്, ഡെഡ് ബോഡിയുടെ കാലും കൈയൊക്കെ താഴെ കിടക്കുന്നത് ഇല്ല. കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയി മൂടപ്പെടുക. നമ്മളൊരു വെള്ളത്തിലോട്ട് ഇറങ്ങി അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ മുഴുവനായും വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ ബൈബിൾ പറയുകയാണ് നാം സ്നാനത്തിൻ്റെ ഒരു അടയാളമാണ്. എന്നാൽ വെള്ളത്തിൽ സ്നാനപ്പെട്ട ഉടൻ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെള്ളത്തിൽ സ്നാനപ്പെട്ട ഉടൻ നിങ്ങൾക്ക് പൗരത്വം ലഭിക്കത്തില്ല. അവിടെ ഒരു സിമ്പല് മാത്രമാണ്. ഞാൻ യേശുവിനോട് കൂടെ ചേരുന്നുവെന്ന് ലോകത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. ഞാൻ മുങ്ങി, എനിക്കൊരു വലിയൊരു പാരമ്പര്യമുണ്ട്, വലിയൊരു പേരുണ്ട്, നമ്മൾ ഈ ലോകപ്രകാരം നമ്മൾ പറയത്തില്ല എനിക്കൊരു മതമുണ്ട്, ജാതി ഉണ്ടെന്നൊക്കെ പറയത്തില്ല. അതെല്ലാം അവിടെ മുങ്ങി. ഞാൻ എന്ന വ്യക്തി മരണപ്പെട്ടു. ഇനി ഞാൻ പൊങ്ങി എണീക്കുന്നത് മരിച്ച ഡെഡ് ബോഡി അല്ല അവിടെ പൊങ്ങുന്നത്, പുതിയൊരു വ്യക്തിയായിട്ടാണ്. അതായത് ഞാൻ വീണ്ടും ജനിക്കുകയാണ്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഞാൻ പുതിയൊരു വ്യക്തിയായി അവിടെ ജനിക്കുകയാണ്. ആ സെക്കൻഡ് മുതൽ സ്വർഗം എനിക്കൊരു പൗരത്വം അടിച്ചു തരും. ആ പൗരത്വത്തിൻ്റെ പേരാണ് സ്വർഗീയ പൗരത്വം. ഇത് ലഭിച്ച വ്യക്തിയെ പറ്റിയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിയുടെ പ്രത്യേകത, ഇവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യോഹന്നാനിൽ പറഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഇനി ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനോട് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, ലോകത്തിലെ ഒരു വിഷയത്തിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു പ്രശ്നത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബ്രദറെ, എൻ്റെ വിഷയം ഭയങ്കര വിഷയമാണ്. ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ, ഞാനിങ്ങനെ പറയാൻ പോവാ, പാസ്പോർട്ട് കയ്യിലുണ്ടോ? സ്വർഗത്തിലെ പാസ്പോർട്ട് കയ്യിലുണ്ടോ? സ്വർഗീയ പൗരത്വം ലഭിച്ച വ്യക്തിയുടെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് കേട്ടോ. ഈ വചനമാണ് എൻ്റെ തെളിവ്. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേക്ക് എയർപോർട്ടിൽ അവർ വയ്ക്കത്തില്ലേ, നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കാൻ പറയും. ആ പാസ്പോർട്ടിൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ അമേരിക്കക്കാരനാണോ ഏത് രാജ്യക്കാരനാണെന്നുള്ളത് ആ പാസ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ബൈബിൾ വ്യക്തമായി പറയുന്നു, ബൈബിൾ നമ്മൾ ഫിലിപ്പിയ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൗരത്വം കിട്ടിയെന്നുള്ള തെളിവ് എന്നതാ. ബൈബിൾ പറയുന്നു ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു നമ്മുടെ പൗരത്വമോ 20-ാം വാക്യത്തിൽ സ്വർഗത്തിലാകുന്നു. എൻ്റെ കൂടെ പറഞ്ഞ സ്വർഗത്തിലെ പൗരത്വമുള്ള ആളാന്ന് പറ. സ്വർഗത്തിലെ പൗരത്വമുള്ള ആളാണ്. ആമേൻ. അപ്പൊ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച നിങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇനി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുക്രിസ്തു ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതേപോലെ നിങ്ങൾക്കും ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ശ്രദ്ധിച്ചേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ആമേൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഈ പൗരത്വം വെച്ചുകൊണ്ട് നമ്മളിരുന്ന് കരയുക. എൻ്റെ ബ്രദറെ, പിശാച് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ജനിച്ച വ്യക്തികൾക്കുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ പറയാൻ പോവുക. ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ലോകത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഈ ലോകത്തിൽ ജീവിക്കുകയാണോ? ഈ ലോകത്തിലെ ഒരു വിഷയത്തിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ അതിൻ്റെ മീതെ ഇരിക്കുക, അതിൻ്റെ മീതെ നിങ്ങൾ ഇരുത്തിയിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിനെ ലോകത്തിൽ ഏതെങ്കിലും വിഷയത്തിന് തകർക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ, സ്വന്തമായി ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരാൾക്കും യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ഒരു വിശ്വാസിക്ക് ഒരു പ്രത്യേകത ഞാൻ പറയാം, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്തിലുള്ള വ്യക്തിയേക്കാൾ ഹയർ പൊസിഷനിലാണ് സ്വർഗത്തിലെ പൗരത്വമുള്ള വ്യക്തി. നിങ്ങൾക്കറിയാമോ, എനിക്കറിയത്തില്ല, നമ്മുടെ സുസൗകര്യം എന്ന പ്രാർത്ഥനയ്ക്കുണ്ട്, ചില പാസ്പോർട്ട് ഉള്ളവർക്ക് മിക്ക രാജ്യങ്ങളിലും സഞ്ചരിക്കുക. എനിക്കൊന്ന് അമേരിക്കൻ പാസ്പോർട്ട് ഉള്ളവർക്കാണോ? ചില രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ രാജ്യങ്ങളിൽ അമേരിക്കൻ പാസ്പോർട്ടിനുണ്ട് ഗ്രീൻ കാർഡ് എന്ന സംവിധാനമുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലേക്കും ഫ്രീ എൻട്രി അല്ലേ, വിത്തൗട്ട് വിസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും അല്ലല്ലേ? അതെ, വിത്തൗട്ട് വിസയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രീൻ കാർഡ് അല്ലേ? അതെ, വിത്തൗട്ട് വിസയിൽ നമുക്ക് പല രാജ്യങ്ങൾ സന്ദർശിക്കാം. അപ്പം നമുക്ക് ഒരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ ഒത്തിരി പ്രോസസ്സിംഗ് ആണ്. ചിലരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഒന്നും കണ്ടിട്ടില്ല, അമേരിക്കൻ വിസ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട്. കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അത് അവരിടുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഭയങ്കര സ്ട്രഗിളാണ് അത് കിട്ടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ആ വിസ കിട്ടിയാലുള്ള ഗുണങ്ങൾ, പ്രത്യേകിച്ച് പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളിലേക്കും വിത്തൗട്ട് വിസയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റും. കാര്യം അതൊരു ഹയർ പോയിന്റിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരു ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് ഇന്ത്യൻ പൗരത്വം കുറഞ്ഞു കാണിക്കുമല്ലോ ഞാൻ, ലോകം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഞാൻ പറയുക. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവൻ നിസ്സാരനല്ല കേട്ടോ. നമ്മൾ ഈ പ്രശ്നമൊന്നും ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പിശാചിനേക്കാൾ വലിയവനാ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പിശാചിന്റെ കീഴെയല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പിശാചിന്റെ മീതയാ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ രോഗത്തിന്റെ കീഴെയല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ രോഗത്തിന്റെ മീതയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സമാധാനം ഇല്ലാത്തവനല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിന്റെ സമാധാനം ഉള്ളവനാണ്. ഇത് തിരിച്ചറിയും. എനിക്ക് ആദ്യം ഇത് അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും കണ്ണാടി പോയി നോക്കും. കണ്ണാടി നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു വ്യത്യാസവും കാണുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസ് എങ്ങനെയാണോ അതേപോലെ എൻ്റെ ഫേസ് എന്ത് ചെയ്യാൻ തുടങ്ങി. നമ്മൾ തുടർമാനമായിട്ട് അത് കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാനത് മുഴുവൻ പറയുന്നില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല. എൻ്റെ മുഖത്ത് വലിയ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അവിടെ പോകുന്നു, പാടുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. പക്ഷെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത്, ബൈബിളാകുന്ന പാസ്പോർട്ട് എടുത്ത് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സ്വർഗീയ പൗരത്വം ലഭിച്ചവൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്. ആമേൻ. സ്വർഗീയ പൗരത്വം ലഭിച്ച വ്യക്തിയെ പറ്റിയാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതായത് വിശ്വസിക്കുന്നവന് സ്വർഗത്തിലെ പൗരത്വം കിട്ടും, അവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവന് ലോകത്തിൽ തന്നെ കിടക്കേണ്ടി വരും, അവന് ശിക്ഷാവിധി ഉണ്ടാകും. അടുത്ത വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പൗരത്വമുള്ളവരിലൂടെ അടയാളങ്ങൾ നടക്കുമെന്ന് പറ. ആമേൻ. പൗരത്വം ലഭിച്ചവരിലൂടെ അടയാളം. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് പൗരത്വം ഉണ്ടെങ്കിൽ എന്നിലൂടെ അടയാളങ്ങൾ വെളിപ്പെടണം. മനസ്സിലായോ? ഞാൻ പൗരനാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുളിച്ചൊരുങ്ങി പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് ഈ പൗരത്വത്തിന്റെ ഗുണം കിട്ടത്തില്ല. പൗരത്വത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആ പൗരനെ പോലെ പെരുമാറാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഞാൻ ആ പൗരനെ പോലെ പെരുമാറാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. സെവി ബ്രദർ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് ആൾ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ശ്രദ്ധിക്കാൻ ഇപ്പം തന്നെ ശ്രദ്ധിച്ചപ്പം പിന്നെയും ആൾക്കാർ മ്യൂട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വചനം കേൾക്കേണ്ടതാണ്. നിങ്ങളിങ്ങനെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹം ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുക. അദ്ദേഹത്തിന് അത്ഭുതം വേണം. അതുകൊണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങളെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. സൂമിൽ പങ്കുചേരുന്നവർ വളരെ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇനി ഈ ദിവസങ്ങളിൽ മൊത്തം നമ്മൾ അടുത്ത ഇതിന് 3-4 മുന്നോട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആമേൻ. അപ്പോൾ എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ മർക്കോസ് ലീഗയുടെ സുവിശേഷത്തിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്. എൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവന് പാസ്പോർട്ട് കിട്ടും, വിശ്വസിക്കുന്നവന് പൗരത്വം കിട്ടും, വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു, വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു എന്നൊക്കെ വചനത്തിലൂടെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് വിശ്വസിക്കുന്നവരാൽ. എൻ്റെ അർത്ഥം ഈ പൗരത്വമുള്ളവരിലൂടെ അടയാളം നടക്കും. ശ്രദ്ധിച്ചോണം, വചനം പറയുകയാണ് എൻ്റെ നാമത്തിൽ. യേശു പറയുകയാണ് പൗരത്വം ലഭിച്ചവർക്കുള്ള അവകാശങ്ങളാണ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഭൂതങ്ങളെ ഓടിക്കാൻ പറ്റും, പുതുഭാഷകളിൽ അന്യഭാഷകളിൽ സംസാരിക്കാൻ പറ്റും, സർപ്പങ്ങളെ പിടിച്ച. സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോണ അണലിനെയും മൂർഖനെയും പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടയാളമായിട്ട് കാണിക്കുന്ന സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതൊക്കെ ബെനിഫിറ്റുകളാണ്. പൗരത്വം കിട്ടിയവരുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ സ്വർഗത്തിലെ പൗരത്വമുള്ള വ്യക്തിയാണ്. സ്വർഗത്തിലെ പൗരത്വമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പറയാം, ഈ ലോകത്തിലെ ഒരു വിഷയത്തിനും നിങ്ങളെ വിഴുങ്ങാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. അതെന്താ ബ്രദറെ അങ്ങനെ? കാരണം നിങ്ങളുടെ പൗരത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, തൊട്ടാ വിവരം അറിയും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നെ തൊട്ടാ വിവരം അറിയുന്നു പറ. കാര്യം ചില രാജ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ചില രാജ്യത്തിൽ ശക്തരായ രാജ്യങ്ങളുണ്ട് അല്ലേ? ഭയങ്കര ശക്തിയുള്ള രാജ്യങ്ങളുണ്ട് ലോകത്തിൽ, ശക്തി കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. ശക്തി കൂടിയ രാജ്യങ്ങളിൽ നോക്കിയാൽ മതി, അവരുടെ പൗരന്മാർക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്തു.
വചനം പറയുന്നു, നിങ്ങൾക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണ്. ബൈബിൾ പറയുന്നു, എന്നെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. ഞാൻ നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ തൊടാൻ വന്നാൽ നിങ്ങൾ അറിയുവോ ഇല്ലയോ? നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടാൻ വേണ്ടി ഞാൻ പയ്യെ വരിക, നിങ്ങൾ അറിയുവോ ഇല്ലയോ? അറിയോ? ഇനി ഞാൻ നിങ്ങളുടെ പുറകിലൂടെ വന്നിട്ട് നിങ്ങളുടെ ഷർട്ടിൻ്റെയോ നിങ്ങളുടെ ഏതെങ്കിലും വസ്ത്രത്തിൻ്റെയോ ഏറ്റവും ഏതെങ്കിലും നൂല് പൊങ്ങി നിൽക്കുവാന്ന് വിചാരിച്ചോ, അതേ വന്ന് ഞാൻ നിങ്ങൾ പോലും അറിയാതെ തൊട്ടാൽ നിങ്ങൾ അറിയുവോ ഇല്ലയോ? എത്ര പേര്? നിങ്ങൾക്ക് എത്ര പേര്? എനിക്കറിയത്തില്ല. എൻ്റെ വസ്ത്രത്തിൽ ഒരു നൂല് പൊങ്ങി എന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്ന് ആ നൂലെ പയ്യെ തൊട്ടാൽ എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ അറിയാൻ ഇത്രയും സെൻസിങ് കപ്പാസിറ്റി ഉള്ളവരുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അറിയത്തില്ല, ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ഭക്തന്മാരെ തൊട്ടാൽ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. അതിൻ്റെ അർത്ഥം അത്രത്തോളം ദൈവത്തിൻ്റെ ശ്രദ്ധ എൻ്റെ മേലുണ്ട്. എനിക്കിതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ, ദൈവം ഇത്രയും വലിയൊരു പൗരത്വമാണോ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലേ, അമേരിക്കൻ പൗരത്വം ലഭിച്ച ഒരാൾക്ക് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഏത് രാജ്യത്തിലും വിത്തൗട്ട് വിസ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ സൂസൻ സഹോദരി അമേരിക്കയിൽ ജീവിക്കുന്നത് നമ്മൾ കേട്ടല്ലേ, സഹോദരിക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷേ ഇത് അറിയത്തില്ല. സഹോദരിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയും പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ടി, പക്ഷേ നടക്കുന്നില്ല. സഹോദരിയുടെ ആഗ്രഹമുണ്ട്, പക്ഷേ സഹോദരിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ നഷ്ടമാണോ ഗുണമാണോ? പറ. നഷ്ടം. അറിയാത്തതാണ് നഷ്ടം. കാര്യം ഓൾറെഡി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ പാസ്പോർട്ടിന്, ഈ ഒരു സിറ്റിസൺഷിപ്പിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അറിയാത്തത് അവരുടെ കുഴപ്പമാണ്. ആരുടെ കുഴപ്പമാണ്? പാസ്പോർട്ട് ലഭിച്ചവരുടെ. ഇപ്പം പൗരത്വം ലഭിച്ച വ്യക്തികൾ അറിയണം എന്തൊക്കെയാണ് എനിക്കിതിൻ്റെ ഗുണങ്ങൾ. ഒരു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നത് തകർച്ചയും വിഷയങ്ങളും പ്രശ്നങ്ങളും കണ്ണുനീരും കയ്പും നിരാശയും. നമ്മൾ അങ്ങനത്തെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങ് പോവുക. കണ്ണുനീരും നിരാശയും പൂർണ്ണമായി മാറുന്ന ദിനമൊക്കെ വരും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി പോവുക. ബൈബിൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കും. ഈ ലോകത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും ഈ പൗരത്വമുള്ളവൻ തിരിച്ചറിയണം, എനിക്കിതിനെ ഒക്കെയും ജയിക്കാൻ പറ്റും. യേശു ജയിച്ചെങ്കിൽ എനിക്കും ജയിക്കാൻ പറ്റും. കാരണം എന്നാ? യേശുവിൻ്റെ അതേ പൗരത്വം തന്നെയാണ് യേശുക്രിസ്തു എനിക്കും തന്നിരിക്കുന്നത്. യേശുക്രിസ്തു ജനിച്ചതുപോലെ തന്നെയാണ് ഞാനും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജനിക്കാൻ വേണ്ടിയാണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. ഇങ്ങനെ ആകാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അനുഗ്രഹമായി മാറിയത്. ആരാധന യേശുവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നല്ലോ. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു എത്ര പേർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, കർത്താവെ, ഈ വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോകത്തില്ല, ഈ വിഷയത്തിൽ ഞാൻ പുറത്തു വന്നിരിക്കും. കാര്യം ഈ ലോകത്തിലെ ഒരു വിഷയത്തിൽ നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പൗരത്വം ലഭിച്ചവർ ആദ്യം പ്രതികരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗ്രീൻ കാർഡ് സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുള്ളൂ. ഓൾറെഡി നിങ്ങൾക്കത് കിട്ടിയിരിക്കുക, പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. ഇതേപോലെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൂടെ ഇന്ന് ചേർന്ന നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവരാ. ഇവർക്കിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ 2 പാസ്പോർട്ട് ഇന്ത്യയിൽ കൈവെക്കാൻ പറ്റത്തില്ലാത്തതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ലോകപ്രകാരം ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ എന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് വീണ്ടും കർത്താവിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പല വിശ്വാസിയും പറഞ്ഞത് നമ്മൾ ഇവിടെ താമസിക്കേണ്ടവരല്ല, നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടവരാ. പക്ഷെ അവർ പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ പലരോടും എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ജീവിതം ഇവിടെയല്ല, നമ്മൾ നിത്യതയിൽ പോകാനുള്ളവരാ, നമ്മുടെ പൗരത്വം അവിടെ. ഞാൻ പറഞ്ഞു സന്തോഷം. പക്ഷെ ഇവിടെ നമ്മൾ ജീവിക്കേണ്ട ഒരു സമയത്ത് എന്ത് ചെയ്യും? കണ്ണട ജീവിക്കാൻ പറ്റത്തില്ല, കൈകെട്ടി ജീവിക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഈ പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതിനെയൊക്കെയും ജയിക്കുവാൻ പൗരത്വം ലഭിച്ചവന് പറ്റും. യേശു ക്രിസ്തു എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചത്, അതേപോലെ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നമുക്ക് തുറമാനമായിട്ട്
ഈ ഒരു കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് മുന്നോട്ട് കേൾക്കാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. എൻ്റെ കർത്താവ് പറഞ്ഞൊരു നാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിർബന്ധം തരുക. ഒരു നാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാൻസിയുടെ കുടുംബത്തെ കർത്താവ് ഇന്നൊരു അത്ഭുതമാക്കി മാറ്റാൻ പോകും. ആൻസി അല്ല, നാൻസി. നാൻസി എന്ന പേര് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ കേൾക്കുന്ന ആ വ്യക്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി വരട്ടെ. അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് അധികാരമുണ്ട് കേട്ടോ. അധികാരത്തോടെ കൽപ്പിക്കാൻ പറ്റും, അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾക്ക് പൗരത്വം ലഭിച്ചവരാ. സ്വർഗീയ പൗരത്വം ലഭിച്ച വ്യക്തിക്ക് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച വ്യക്തിയെ ഒരു വിഷയത്തിനും അവിടെ പൂട്ടാൻ കഴിയത്തില്ല. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ഒരു സമയം, ഈ ഒരു കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ എൻ്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതം അവിടെ നടക്കുന്നല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നല്ലോ. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ നശിക്കത്തില്ല. ഞങ്ങൾ ഒരു നാളും തകർന്നു പോകത്തില്ല. ഒരു നാളും ഞങ്ങൾ നശിക്കത്തില്ല. ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് നടക്കുന്നല്ലോ. അങ്ങയുടെ അത്ഭുതം ഇന്ന് നടക്കുന്നല്ലോ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. കർത്താവെ, ഓരോ വ്യക്തികളെ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതാവസ്ഥകളുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു ആശ്വാസം ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശാലമായ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരുന്നല്ലോ. അസാധ്യമായതെല്ലാം സാധ്യമാകുകയാണല്ലോ. അസാധ്യമെന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെയും സാധ്യമാകുകയാണല്ലോ. കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു, മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവ് അത് തുറക്കുന്നതിന് നന്ദി പറയുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിലൊന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് കൽപ്പിച്ചാക്കുന്നു, വലിയ പ്രവൃത്തി എന്ന് കൽപ്പിച്ചാക്കുന്നു. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു ഫിലിപ്പോസ് എന്ന വിളിപ്പേര്, ഫിലിപ്പോസിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സമാധാനത്തെ ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഫിലിപ്പോസ് എന്നാണ് വിളിപ്പേര്. ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്നു. കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ വല്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. വല്ലാതെ അലയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആ യാത്രകൾ പോയിട്ടെല്ലാം പരാജയമാക്കും. ചെന്നോടത്തൊക്കെയും പരാജയമാണ് കേട്ടത്. ചെന്നോടത്തൊന്നും സമാധാനത്തിൻ്റെ വാർത്ത കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ കർത്താവ് പറയുന്ന വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നു. രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിടുതലുണ്ടാകട്ടെ, അത്ഭുതം ഉണ്ടാകട്ടെ, സൗഖ്യം നടക്കുന്നു. യേശുവിൻ്റെ അധികാരം, നമ്മളിന്ന് കേട്ടതുപോലെ വീണ്ടും ജനിച്ച വ്യക്തി രോഗത്തിൻ്റെ കീഴെയല്ല, രോഗത്തിൻ്റെ മീതെ ആയതുകൊണ്ട് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു സംശയം ചോദിച്ചോട്ടെ ബ്രദറെ? വചനത്തിൽ നിന്നേ ഇപ്പൊ പറഞ്ഞ വചനത്തിൽ നിന്നൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതായത് നമ്മളുടെ പറയല് നമ്മള് റോമർ 10:9 പറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടുമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് മാത്രം കൊണ്ട് പുതുതായി ജനിച്ചു എന്ന് പറയാൻ പറ്റുമോ? സ്നാനപ്പെട്ടാലും കൂടെ ആണോ? കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആത്മാക്കളെ നേടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മള് യാദൃശ്ചികമായിട്ട് ഇപ്പൊ ഒരാളെ കണ്ടുമുട്ടി യേശുവിനെ സംസാരിച്ചു കൊടുത്തു. അപ്പൊ റോമർ 10:9 നമ്മൾ പറഞ്ഞു കൊടുത്തു, രക്ഷിക്കപ്പെട്ടു. പിന്നീട് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എങ്ങനെയായിട്ട് അതൊന്ന് ക്ലിയർ ആക്കി തരാമോ? തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മൾ തുടർച്ചയായിട്ട് ഞാൻ തുടക്കത്തിൽ അവിടെ വെച്ചൊരു സ്റ്റോപ്പ് ഞാൻ ചെയ്തായിരുന്നു. റോമർ 6 ഞാൻ പറഞ്ഞിരുന്നു ഇവിടം കൊണ്ട് തീരുന്നില്ല, നമ്മൾ തുടർച്ചയായിട്ട് ഇന്ന് 2-3 കാര്യങ്ങളോട് ഇതിനകത്ത് പറയാനുണ്ട്. ആ ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഇന്നലെ തുടങ്ങിയത് വീണ്ടും ജനനത്തിൽ നിന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കും. പൗരത്വത്തെ പറ്റി പറഞ്ഞു. മുന്നോട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ രക്ഷാമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ബെനിഫിറ്റുകളെ പറ്റി പറഞ്ഞു വരുവാണ്. പക്ഷെ എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നുള്ളത് വരും ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർക്ക് അത് കൂടുതൽ മനസ്സിലാകും. കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഒത്തിരി വാക്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ വചനം വെച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് റോമർ 10:10 മുതലാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാകും. കർത്താവിൻ്റെ കൃപയാൽ ഇത് ഫോളോ ചെയ്യുക. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർന്നിട്ടില്ല. ഇത് നമ്മൾ 2ാമത്തെ ദിവസമായിട്ടുള്ള ഈ ഒരു വാക്യം വചനം വെച്ച് അടുത്ത ദിവസങ്ങളിൽ മൊത്തവും നമ്മൾ അവകാശങ്ങളും ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് ബ്ലസ് ചെയ്യട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളോ ദൈവികമായ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പ്രാർത്ഥനാ വിഷയങ്ങളല്ല, സാക്ഷ്യങ്ങളോ മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പ്രാർത്ഥനാ വിഷയം പറയരുത്. പറഞ്ഞു. ഞാൻ 5 ദിവസം ഞാൻ വയ്യാണ്ട് കിടക്കണ, തീരാ പനി, തലവേദന, യൂറിൻ ഇൻഫെക്ഷനായിട്ട് സംസാരിക്കാൻ പറ്റില്ല, പ്രയത്നമൊന്നും കൂടാൻ പറ്റില്ല, അത് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. വളരെ അവസ്ഥയിലാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കൽപ്പിച്ചാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ള രോഗക്കിടക്കയിലായിരിക്കുന്നല്ലോ, ഈ നിമിഷം തന്നെ കൽപ്പിക്കുന്നു. കിടക്ക എടുത്ത് നടക്കുക എന്നരുളി ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യത്തെ ശരീരത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതലിനെ കൽപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി, അങ്ങ് അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇവിടെ നടന്ന ട്രാജഡിയില് ദൈവത്തിന്റെ ഭയങ്കര ഇടപെടൽ അവർക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് 48 hours ഡെഡ്ബോഡിയൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ സഹായിച്ചു. അതുപോലെ വളരെ സമാധാനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കമ്പനിയിലും എല്ലാം വലിയ സമാധാനം ലഭിക്കുന്നുണ്ട്. ഞാൻ ബ്രദറിന്റെ ഒരു മെസ്സേജിൽ കേട്ടാലും, നിങ്ങൾ രക്ഷപ്പെടും, അത്ഭുത സാക്ഷ്യങ്ങൾ കാണും, അത്ഭുത സാക്ഷ്യങ്ങൾ പറയും. അതുപോലെ തന്നെ, കാരണം ഇവിടെ കുവൈറ്റിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടന്നു എന്ന് ചോദിക്കുമ്പം അത് ഭയങ്കര ദൈവത്താൽ സംഭവിച്ചു എന്ന് തന്നെ പറയാം. ട്രാജഡി ഉണ്ടായി, പക്ഷെ ഒരിക്കലും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ദേവദാസനും മക്കളും എല്ലാവരും പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കമ്പനിക്കായാലും ഇനിയും ഭയങ്കരമായ ഒരു അത്ഭുത സാക്ഷ്യം ഞാൻ പലരെയും കമ്പനി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, വലിയ അത്ഭുതങ്ങൾ, ദൈവം അത്ഭുത സാക്ഷ്യം നമുക്ക് പറയത്തക്കവണ്ണം കർത്താവ് ഇടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണം ബ്രദറും എല്ലാവരും. താങ്ക് യു. കർത്താവെ, പ്രിയമോള് പറഞ്ഞതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ദുരന്തം, ദുഃഖമെങ്കിലും അതിൻ്റെ അകത്തൊക്കെ മുന്നോട്ട് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനും മറ്റുള്ളവർക്കും സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കുന്നതിനും പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ദൈവം എല്ലാവരും ആക്കി മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എനിക്ക് നാളെ മോടെ സിവിൽ സർവീസിന്റെ എക്സാമാ. ഒരു വചനം അങ്ങനെ പറഞ്ഞു തരികയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. തീർച്ചയായിട്ടും ഞാൻ വാട്സാപ്പിലേക്ക് വാക്യം വയ്ക്കാം. വാക്യം നമ്മളെപ്പോഴും പറയുന്ന വാക്യം, എന്നെ ശക്തനാക്കുന്ന ആ വാക്യത്തിൻ്റെ അകത്തുണ്ട്. ആ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാക്യം, അയച്ചു തന്ന വാക്യത്തിലുണ്ട്. അതുകൊണ്ട് ജയത്തിൻ്റെ വചനമാണ്. കർത്താവ് ഞങ്ങൾ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ജയം കൊടുക്കുന്ന കൃപയ്ക്കുന്ന ഞാൻ വചനം പറയുമ്പോൾ തന്നെ കർത്താവ് സകല കഴിവും വർദ്ധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും വർധന ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ സിമ്മിൽ കയറുന്നത്. ഈ വാട്സാപ്പിൽ വന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഞങ്ങളുടെ വലിയ കൃപ പ്രിയമക്കളുടെ മേലുണ്ടാകട്ടെ. ആദ്യമായിട്ടാണല്ലോ ഒരു പ്രാർത്ഥന കയറുന്നത്. അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവെ ആ കുടുംബത്തിൻ്റെ മേൽ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ, വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവൃത്തി കുടുംബത്തിലുണ്ടാകട്ടെ. ദിനേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഈ ദിവസങ്ങളിൽ വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യും. ദിനേശ് എന്നുള്ള പേര് കുറിച്ച് വെച്ചോണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ആ ക്ലെയിമിന്റെ അത് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. കൈ വന്നതാ, പക്ഷെ വീണ്ടും വീണ്ടും അത് ഇനി അപ്പീലിനൊക്കെ പോകുന്നൊക്കെ പറയുന്നതും വ്യക്തമായിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുമില്ല. സിസ്റ്റർ, ഞാനൊരു 10 മിനിറ്റ് മുമ്പ് സിസ്റ്റർക്ക് വോയിസ് റെക്കോർഡ് പ്രാർത്ഥിച്ച് അയച്ചായിരുന്നു. സിസ്റ്റർ അത് കേട്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. സിസ്റ്റർ എനിക്ക് വന്ന് റിപ്ലൈ തന്നായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് മുമ്പ് എനിക്ക് വന്ന് വാട്സാപ്പിൽ അത് റിപ്ലൈ വന്നത്. സിസ്റ്റർ കണ്ടായിരുന്നോ? സിസ്റ്റർ കണ്ടായിരുന്നോ? അത് നോക്കില്ലായിരുന്നു. ഞാൻ കണ്ട് അറിഞ്ഞില്ല. ഓക്കെ സിസ്റ്റർ, അത് ഞാൻ പ്രാർത്ഥിച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം?
ഹലോ ബ്രദറെ, ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. വാവച്ചേ വാകളെ ഹലോ ഞാൻ ബ്രദറെ. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ വാട്സാപ്പിലാണ് അയക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ സാക്ഷ്യത്തിന് സമയമാണ്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഭവനം ഉണ്ടായി വരട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ അവിടെ ഉണ്ടാകട്ടെ. ഈ സമയത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ പറയരുത്. പ്രെയർ റിക്വസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലാണ്. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ കാണുന്നുണ്ടല്ലോ, അതിലേക്ക് അയക്കുക. ഈ സമയത്ത് സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു പറഞ്ഞു. പറഞ്ഞു, ഞാൻ കേൾക്കുന്നു. ബ്രദറെ, പറഞ്ഞു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ബ്രദർ പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തോട്ട് വരുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തോട്ടല്ല, ഒരു യാത്ര കാണിക്കുന്നെന്ന് ബ്രദർ പ്രാർത്ഥനയിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വിചാരിച്ചത് നാട്ടിലോട്ട് പോകുന്ന യാത്രയായിരിക്കും എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു ദൈവം കാണിച്ചു തന്നത്. ഞാനത് മാനുഷിക ബുദ്ധിയിൽ അത് ചിന്തിച്ച് നാട്ടിലോട്ട് പോകുന്ന യാത്രയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കറിയാം ദൈവം ഇനി ഞങ്ങളെ ഒരുമിച്ച് തന്നെ തുടർന്ന് നിർത്തും. ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്താ നിൽക്കുന്നത്. പക്ഷെ ഇപ്പം ഒരാഴ്ചത്തെ ലീവ് കിട്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി കർത്താവ്. ദൈവികമായ ആലോചന ഇടപെട്ടതിന് നന്ദി പറയുന്നു. കർത്താവ് അവർ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നല്ലോ. ദൈവം അതിൻ്റെ മേൽ ഇടപെട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ പറഞ്ഞായിരുന്നല്ലോ ATM കാർഡിന്റെ നമ്പർ. അതെ സിസ്റ്ററെ. ആ കൂട്ടത്തിൽ ഒരു 17-18 പറഞ്ഞായിരുന്നു. ആ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തായിരുന്നു. പക്ഷേ അത് ഒന്നും ഓർത്തോണ്ടല്ല. എങ്കിലും ഞാൻ മകളുടെ ആ ഒരു വീടിന്റെ എക്സാമും ഇങ്ങോട്ട് വരുന്നതും വിവാഹത്തെ അതിനെ കുറിച്ചുള്ള ചിന്ത ആകുലതയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് 17-ാം തീയതി ഇവിടെ വരും. ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം 18-ാം തീയതി എക്സാമിനായിട്ട് പോകും. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. നന്ദി കർത്താവേ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു കോഡ് നമ്പർ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് എത്ര പേര് കേട്ടത് എനിക്കറിയത്തില്ല. സിസ്റ്റർ പറഞ്ഞത് ആ നമ്പറുകാർ സിസ്റ്ററാണ്. ആ നമ്പർ ഇപ്പം തന്നെ പാസ്വേഡ് മാറ്റിക്കോണം. കാര്യം പലരും നമ്മളെ കേൾക്കുന്നവരുണ്ട്. ദൈവാത്മാവ് അത് വെളിപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, ദൈവം ഈ ATM നമ്പരും പിൻ നമ്പരും ഒക്കെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതുമായിട്ട് കർത്താവിന് തന്നെ ബന്ധം. ബൈബിൾ പറഞ്ഞ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. ഹൃദയത്തിലെ രഹസ്യങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ. ഇപ്പോൾ പറഞ്ഞതുപോലെ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. ആ എക്സാം എഴുതുവാനും വരുവാനും ഒക്കെയും കർത്താവ് തൊടുവാൻ ഇടയായി തീർന്നു. കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നമ്മളെ ഉറപ്പിക്കാനാണ്, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞോട്ടെ. പറഞ്ഞു. ടോംസ് ബ്രദർ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. അവസാനം പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വേറൊന്നുമല്ല. എനിക്ക് അങ്ങോട്ട് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ല. വേറൊന്നുകൊണ്ടുമല്ല. ഞാൻ എൻ്റെ ഒഫീഷ്യൽ പ്രശ്നം അതിന്റെ ഒരു ചെറിയ ഭാഗം പിന്നെയും തികട്ടി കിടപ്പുണ്ടാകും. എന്നാലും ഇത് എങ്ങനെ കർത്താവ് നമുക്ക് അതായത് എൻ്റെ മനുഷ്യബുദ്ധിയിൽ ഇത് പരിഹരിക്കാൻ തക്കണം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കർത്താവിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ചിന്തകളൊക്കെ മനുഷ്യന്റെ ചിന്തകളെക്കാൾ ഉയർന്നു നിൽക്കുന്നു. പക്ഷെ എനിക്കത് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും ഒരു അറ്റം ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഞാനത് നമ്മുടെ റോമർ 8:28 അവന്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുള്ള ഇത് ഞാൻ പറഞ്ഞു നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സങ്കീർത്തനം 91:10 പറഞ്ഞു നടക്കുന്നു. യഹോവയായ ദൈവം എന്നോട് അരുളി ചെയ്തു, ഒരനർത്ഥം എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ എന്റെ കൂടാത്ത നടക്കുക. ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതും എനിക്ക് തൃപ്തി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓഫീസ് കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ അത് അടിച്ചു വെച്ച്. കാര്യം എനിക്കത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. ഈ കമ്പ്യൂട്ടർ അങ്ങോട്ട് കൊണ്ട് മാറി പോകുമ്പോഴോ എന്ന് വെച്ചാൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം അത്, അതിനും വേണ്ടിയിട്ട്. പക്ഷേ
ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളൊക്കെ കരുതിനേക്കാൾ എത്രയോ ഉന്നതം. ആ വിഷയം അങ്ങോട്ട് മാഞ്ഞുപോയി. സത്യത്തില് മാഞ്ഞുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് വേറൊരു കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേരളത്തിലുള്ള സകല ജില്ലാ കലക്ടർമാരോടും കമ്മീഷൻ ആവശ്യപ്പെടാനുള്ള സ്ഥിതി ഉണ്ടായി. അപ്പൊ എന്റെ വിഷയം അത് സർവശക്തൻ അത് ഒന്നുമല്ലാതാക്കി മാറ്റി. പിന്നെ എനിക്ക് എന്റെ സന്തോഷം അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അതൊന്ന് പറയണമെന്ന് വിചാരിച്ചത്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായി നമ്മളത് അത്രയും എനിക്കത് എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഇല്ല. അത്രയും സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. നന്ദി കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടായിരുന്നു അദ്ദേഹം വലിയൊരു പ്രശ്നത്തിലായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് അതിൻ്റെ അകത്ത് നോക്കിയും അത്ഭുതകരമാണ്. ഒരു ചാൻസും ഇല്ലായിരുന്നു ആ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ. പക്ഷേ ഒരു ചാൻസും ഇല്ലാത്തടത്താണ് കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ദൈവം അത്ഭുതം ചെയ്തു. അതാണ് അദ്ദേഹം പറഞ്ഞത്. കർത്താവിൻ്റെ കൃപയിൽ അത്ഭുതകരമായ സാക്ഷ്യം തന്നെയാണത്. ഒഫീഷ്യലായിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയാത്തത്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ അത് ചെയ്തതിൻ്റെ നന്ദി യേശുവെ. മുഴുവൻ മഹത്വം അങ്ങേക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞു കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഒരു മാസം മുന്നേ ആയിരുന്നു സംഭവം നടന്നത്. അനിയത്തിക്ക് രാത്രി 12 ഫീഡ് ചെയ്യണം. 2 മാസം ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസമായി ഉണ്ടായിരുന്നുള്ളൂ. 12 മണിക്ക് കൊച്ചു കരഞ്ഞു. കുട്ടി കരഞ്ഞു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റാണ്. തലകറങ്ങി അവിടെ തന്നെ ബെഡിലോട്ട് വീഴുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ ബാക്കി എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഞാനവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒച്ച കേട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓടിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഏൽക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നുണ്ട്, വല്ലാണ്ട് നെഞ്ചിലും വേദനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ടത്, 5 മിനിറ്റ് എടുക്കുക, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ തല വെച്ച് പ്രാർത്ഥിച്ചു. എന്നാലും തന്നെ അവൾക്ക് സൗഖ്യം കിട്ടി. അവൾ എഴുന്നേറ്റ് കൊച്ചിന് ഫീഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവം വലിയ അനുഗ്രഹം ആ പ്രാർത്ഥനയിലൂടെ വലിയ സൗഖ്യം അവളുടെ വലിച്ചു. അതിന് നന്ദിയോടെ സാക്ഷ്യം പറയുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ആ സാക്ഷ്യം വീഴ്ചയിൽ നിന്നും ഒരനർത്ഥവും കൂടാതെ നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്ന കൃപ എങ്ങനെയാണ് വീണവരെ നമ്മൾ എണീപ്പിക്കുക, കൈപിടിച്ച് മാത്രമല്ല സൗഖ്യത്തോടെ എണീപ്പിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ ഇടയാക്കി. ആ കൃപാവരത്തിൽ ജ്വലിക്കുവാനും ഉപയോഗിക്കുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹലോ പാസ്റ്ററെ. പറഞ്ഞോ. പ്രൈസ് ഗോഡ് പാസ്റ്ററെ. പറഞ്ഞോ. അതെ, ഞാൻ ഇന്നലെ നമ്മുടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എന്റെ ബ്രദറിന് മദ്യപാനത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പ്രെയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആളിങ്ങനെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആള് ബൈക്ക് എടുത്ത് പുറത്തു പോകും. വീണ്ടും കൂടി ഇങ്ങനെ കഴിക്കണം എന്നുള്ള ഒരു ഇതാണ് ആൾക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവെ പോയി കഴിഞ്ഞ് പിന്നെ 2:30-3 മണിക്കാവും വരുമ്പോ. എന്റെ വീടാണെങ്കിൽ ഹൈവേയുടെ അടുത്താണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ബ്രദർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ബൈക്കിൽ പോയി കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവെ ഈ പ്രെയർ കഴിയുമ്പോഴേക്കും ഒരു കുഴപ്പമില്ലാതെ വേഗം വീട്ടിലേക്ക് എത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അതങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരുന്നു. ആള് പെട്ടെന്ന് തന്നെ വന്നു. ഗേറ്റിന്റെ അവിടെ വന്ന് വളരെ സന്തോഷമായി. ദൈവ പ്രാർത്ഥന കേട്ടു. മദ്യപാനത്തിന് ഒരു സമയത്ത് അനുഭവിച്ചു. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ ആ ഒരു മദ്യപാനിയ സോറിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാൽ അത് ഇന്ന് പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ. മദ്യപാൻ ഇന്ന് കേട്ട ഒരു അടയാളമായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ആ മാറ്റം വേഗത്തിൽ മടങ്ങി വന്നത്. ഇനി കർത്താവ് ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് മകൻ പൂർണ്ണമായ മദ്യപാനം മാറ്റി എന്നുള്ള സാക്ഷ്യം കേൾക്കും. അത്ഭുതമായിട്ട് തന്നെ കേൾക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ പറഞ്ഞു. ബ്രദറെ, എനിക്ക് മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതല് നടുവിന്റെ അവിടെ വയറിന്റെ ഭാഗത്തുമായിട്ട് വേദന എന്ന് പറഞ്ഞാൽ ഒരു വിലക്കം പോലെ, ചില പൊസിഷൻ നിൽക്കുമ്പോൾ വല്ലാത്ത വേദന പോലെ ഒരു ഇതുണ്ടായി. സ്പൈനൽ കോഡിനാണോ നോക്കുമ്പോ അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റെവിടെ എന്താന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് 2 ദിവസമായിട്ട്. അപ്പൊ ഇപ്പം ഞാൻ വാക്യം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രയറിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഈ വാചകങ്ങളൊക്കെ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രയറിന്റെ സമയത്ത് എപ്പോഴും എനിക്ക് വേദന ഉണ്ടായിരുന്നു.
അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ല വ്യത്യാസം ഫീൽ ചെയ്തു. ചെറുതായിട്ടുണ്ട് ഇപ്പോഴും അവിടെ എവിടെ ആയിട്ട്, എങ്കിൽ പോലും എനിക്ക് ഒത്തിരി വ്യത്യാസം. ഞാൻ ഓരോന്ന് പോസ്ചർ മാറി മാറി നോക്കുമായിരുന്നു. അപ്പൊ ഒരു നല്ല വ്യത്യാസം പോലെ ഫീൽ ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവ്. ഇന്ന് പ്രിയമകളെ, കർത്താവ് തൊട്ടതിന് നന്ദി. അത് പൂർണ്ണ സൗഖ്യമായി തീരട്ടെ. ആ വേദനയിൽ നിന്നും ആശ്വാസമല്ല, കംപ്ലീറ്റ് സൗഖ്യം ഇപ്പൊ തന്നെ കൽപ്പിച്ചാക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. മോനെ, എനിക്ക് നടുവിന് വേദനയായിട്ട് ഞാൻ ഇന്ന് വോയിസ് മെസ്സേജ് മോനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ, അങ്ങ് ഒരു തരത്തിലും എനിക്ക് വഹിക്കാൻ വയ്യാത്ത അതിവേദനയായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന ഉടനെ മോൻ പറഞ്ഞു അവിടെ രോഗമുള്ളിടത്ത് കൈവെക്കാൻ. അന്നേരം ഒരു ഇച്ചിരി കുറവുണ്ട്. എന്റെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി കിട്ടാനൊന്ന് പ്രാർത്ഥിക്കണം മോനെ. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു. ആ വേദന കംപ്ലീറ്റ് ആയിട്ടും, ആശ്വാസമല്ല അതിന്റെ മേൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൗഖ്യത്തെ കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി. ഈ നിമിഷം മുതൽ ഇത് പൂർണ്ണമായി നീങ്ങിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ സൂം മീറ്റിംഗ് കയറിയിട്ട് 2 ആഴ്ചയായി. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ നേരത്തെ കണ്ട് ദൈവം സാധിച്ചു തന്നു. ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ എന്റെ വലത് കാലിന്റെ എൻഡിന് ഭയങ്കര വേദനയായിരുന്നു. ഞാനൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ സ്കാനിങ്ങിനെ കുറിച്ച്. പക്ഷെ ഞാൻ പോയില്ല. പക്ഷെ ഞാൻ 2 ദിവസം കൊണ്ട്, ഇന്നലെയും മെഞ്ഞാനുമായിട്ട് ഈ സമയം തൊട്ട് ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് തരും. അത് പൂർണ്ണമായി മാറിപ്പോകുന്നു. ഞാൻ കണ്ണീരോട് അവിടെ ബ്രദറിന്റെ കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് പരിപൂർണമല്ലെന്ന് പറഞ്ഞാലും കാലം കൊണ്ട് ഒരു 90% എന്റെ വേദനയും അസ്വസ്ഥതയും എല്ലാം മാറി. വീണ്ടും തുടർന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി. ആ സൗഖ്യം ഇന്ന് കർത്താവെ പകുതി അല്ല, അത് പൂർണ്ണമായും സൗഖ്യമാക്കുന്നതാണല്ലോ കർത്താവിൻ്റെ ശക്തി. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു കംപ്ലീറ്റ് ഹീലിങ്സ്. ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഹീലിങ്ങിന് ഞങ്ങൾ കർത്താവെ അയക്കുന്നു. ആ ശരീരത്തിൻ്റെ മേൽ കൽപ്പിച്ചാക്കുന്നു. കംപ്ലീറ്റ് സൗഖ്യമായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. പറഞ്ഞു. ഞാൻ സൂം മീറ്റിംഗിൽ കയറിയിട്ട് അതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുമായിരുന്നു. ആദ്യമൊക്കെ അപ്പടി സങ്കടമായിരുന്നു. പക്ഷെ ഈ മീറ്റിംഗിൽ വന്നപ്പോഴാണ്, കോമയിൽ വന്നപ്പോ എനിക്ക് വചനം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴും വചനം മനസ്സിൽ ഒരുപാട് നമുക്കൊരു സമാധാനമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. പക്ഷെ ആദ്യമൊക്കെ അത് പറഞ്ഞ സങ്കടങ്ങളും കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കങ്ങനെ കത്തൊന്നും വരാറില്ല. മനസ്സിന് ഒരുപാട് സമാധാനമുണ്ട്. പിന്നെ അപ്പൊ ആ ഒരു വിളിയും വചനം പറച്ചിലൊക്കെ ഫലമായിട്ട് കർത്താവ് എനിക്കൊരു അനുഗ്രഹം തന്നായിരുന്നു. ഞങ്ങൾക്ക് കേസ് ഉണ്ടായിരുന്നു, ഒരു കള്ളക്കേസാണ്. പക്ഷെ അത് പിന്നെ കേസ് കൊടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് അത് ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞ, ഒരു കോടതി അടയ്ക്കാത്തോണ്ട് ഡിസ്മിസ് ചെയ്തു എന്നുള്ളൊരു വിവരം കിട്ടി. വക്കീൽ വിളിച്ച് പറഞ്ഞു. അതിന്റെ സന്തോഷം, അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് സൂം മീറ്റിംഗിൽ ഇത് പറഞ്ഞത്. സൂം മീറ്റിംഗ് ആമേൻ. നന്ദി കർത്താവെ. ഇന്ന് പ്രേസിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വലിയ പ്രശ്നത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ ഭാരത്തിലും സങ്കടത്തിലുമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ആദ്യം ആ സങ്കടം മാറ്റി. അതിനുശേഷം കർത്താവ് വിഷയത്തെ മാറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം കർത്താവ് വിഷയം മാറ്റിയില്ല, പകരം സങ്കടത്തെ മാറ്റി സമാധാനം കൊടുത്തു. അതിനുശേഷം ഇന്ന് ആ കേസ് തള്ളിപ്പോകാൻ ഇടയായി തീർന്നു. കർത്താവ് ഞങ്ങൾ കൊടുത്ത സമാധാനത്തിനും അത്ഭുതത്തിനും നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞു. കേൾക്കാമോ? പറഞ്ഞു സിസ്റ്റർ. ഞാൻ ഗിരിജയാണ്. പറഞ്ഞു സിസ്റ്റർ. ഞാനിപ്പോ ഇതിൽ കയറുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിലാണ് ഈ പ്രാർത്ഥന കണ്ടത്. പിന്നെ സൂം മീറ്റിംഗ് എടുത്ത് 7-ാം തീയതിക്ക് വാട്സപ്പില് അതിൽ വന്നു. അന്ന് തൊട്ടാണ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നത്. ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോ തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ദൈവത്തിന് കോടി നന്ദി പറഞ്ഞാലും തീരില്ല. അത്ര വലിയൊരു നന്ദിന്റെ സമാധാനം. ഒരു സൂചി വീണ വീട്ടില് സൗണ്ട് കേൾക്കും, സൂചിയുടെ സൗണ്ട്. അതിന് മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രശ്നം പറഞ്ഞ മകന്റെ കാര്യത്തിലായിരുന്നു, ജോലിയുടെ കാര്യത്തിലും ഭയങ്കര പ്രശ്നം. അരുതാത്ത സംഭവങ്ങളൊക്കെ നടന്നു പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല. ദൈവത്തിന് അറിയാനില്ല. പിന്നെ കേൾക്കാത്തതും കാണാത്തതും നമ്മൾ പറയാൻ പാടില്ലല്ലോ.
ഇപ്പൊ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇനി മോന ജോലി റിസൈൻ ചെയ്തു, വേറെ ഒന്നിലെ ബ്രാഞ്ചിൽ കയറാൻ പോകുന്നുണ്ട്. അതൊന്നും ക്ലിയർ ആയിട്ടില്ല. അതിൽ നല്ലൊരു മാറ്റം വരണം. അവന്റെ ജോലിയില് കുടുംബ സമാധാനം ഇല്ലാണ്ടായി. എനിക്ക് പറയാൻ പറഞ്ഞ അത്ര വലിയൊരു ദുഃഖം വരേണ്ടതെന്ന് ദൈവം വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു.